ഇംഗ്ലണ്ടിന്റെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന മാഞ്ചസ്റ്ററിൽ ഈ തിരുനാൾ കുർബാന നിങ്ങളോടൊപ്പം ചെല്ലാനായിട്ട് സാധിക്കുന്ന വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു സംഭവം, പട്ടത്തിന്റെ ഡേറ്റ് ഒന്നും അങ്ങനെ അധികം പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആദ്യമായിട്ട് എന്നെ ഒരു സ്ഥലത്ത് കുർബാനയ്ക്ക് വിളിച്ചത് ജോസച്ചനാണ്. ജോസച്ചന് ഞാൻ അച്ഛനാകുമ്പോൾ അറിയാമെന്ന് എനിക്കറിയത്തില്ല, ഡേറ്റ് അറിയാമെന്ന് അറിയത്തില്ല. അപ്പം ജോസച്ചൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ജൂലൈ 3 ഫ്രീ ആക്കാമോ, ജൂലൈ 4 ഇവിടെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ചിലപ്പോൾ ഞാൻ ആ സമയത്ത് അച്ഛനാവും കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് ഞാൻ ഡീക്കനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് ഒരച്ഛനെ വിളിക്കുന്ന സംഭവം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് ഒരാളെ ആദ്യമായിട്ട് വിളിച്ച സമയം. ഞാൻ ചെറുപ്പത്തിൽ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് പോലും മാഞ്ചസ്റ്റർ പെരുന്നാളിന് കൂടിയിട്ടുണ്ട്. സെമിനാരിക്കാരനായിരുന്നു. ഡീക്കനായിട്ട് റാസയ്ക്ക് വന്ന് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അച്ഛനായിട്ട് ഈ പള്ളിയിൽ ചെല്ലുന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ഈ പള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ കസിൻസൊക്കെ ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല, നമ്മുടെ സീറോ മലബാർ കുർബാനയൊക്കെ ചെല്ലാൻ പറ്റുന്ന രീതിയിൽ നല്ല മനോഹരമായ ഒരു അൾത്താരയൊക്കെയാണ്. 3 പടിയും ഈ മദ്ബഹയുടെ മേളിൽ കാണുന്ന ഇതൊക്കെ നമ്മുടെ പാരമ്പര്യത്തിലുള്ളൊരു സംഭവമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അതും ഇംഗ്ലണ്ടിന്റെ മലയാറ്റൂർ 21 വർഷമായിട്ട് നിങ്ങൾ ഇവിടെ പെരുന്നാൾ കൊണ്ടാടുകയാണ്. അധികം ഇംഗ്ലണ്ടിൽ അത്രയും ലോങ് ആയിട്ട് ചെയ്യുന്ന വേറെ ഇടവുകളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഭാവിയിൽ നമ്മുടെ രൂപതയിൽ ഇതൊരു മാർ തോമാസ് ലീഹായുടെ ഒരു പിൽഗ്രിമേജ് സെന്ററൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. നാട്ടിലെല്ലാ രൂപതയിലും ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ചൊക്കെ ഉണ്ട്. എല്ലാ രൂപതയ്ക്കും ഒരെണ്ണം വേണമെന്നുള്ളതാണ്. ഭാവിയിലെങ്ങാനും നിങ്ങൾക്കും അതിന് പരിഗണിക്കാവുന്നതാണ്. കാരണം ഇത്രയും 21 വർഷമൊക്കെ നിങ്ങൾ എന്നിരുന്നാലും തോമായുടെ പെരുന്നാള് നമുക്ക് മാർത്തോമാസ്ത്രാണികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പന്റെ ഓർമ്മയാണ്. നമ്മൾ അപ്പന്റെ കബറിടം സന്ദർശിക്കുന്ന ദിവസമാണ്. ഓരോ ദുഃഖറാനെയും ഓർമ്മയാചരിക്കുകയാണ്. നമ്മളെ വിശ്വാസത്തിൽ ജനിപ്പിച്ച, എനിക്ക് തോന്നുന്നില്ല തൻ വിശ്വാസത്തിൽ ജനിപ്പിച്ച സ്ലീഹായോട് ഇത്രയും ഭക്തിയുള്ള വേറൊരു സമൂഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാർത്തോമാ നസ്രാണികൾക്ക് തോമാസ് ലീഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ഒരു കാര്യമാണ്. അപ്പനോട് പ്രാർത്ഥിക്കുന്നത്, അപ്പന്റെ കബറിടം സന്ദർശിക്കുന്ന, അപ്പന്റെ ആണ്ട് ആഘോഷിക്കുന്നതൊക്കെ നമുക്ക് വലിയ അനുഗ്രഹമാണ്. നമ്മളിന്ന് അമ്പരമനവരതം പാടി അതൊക്കെ സങ്കീർത്തനങ്ങളും അതുപോലെ തന്നെ പ്രഭാഷകന്റെ പുസ്തകത്തിലൊക്കെ കാണുന്നതാണ്. അപ്പനെ ഓർക്കുന്നത് അനുഗ്രഹമാണ്. നീതി നിറഞ്ഞിടും തലമുറ എന്നാളും നിത്യം അനുഗ്രഹമാണ്. അപ്പന്റെ നീതി മക്കൾക്ക് അനുഗ്രഹമാണ്. അവരുടെ സന്തതി ധരയിൽ നേടിയിടും പ്രബലത എന്നാളും. ഭവനത്തെ ശക്തിപ്പെടുത്തുന്ന അപ്പന്റെ അനുഗ്രഹമാണ്, അപ്പന്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ വിശ്വാസം ജനിപ്പിച്ച തോമാസ് ലീഹായോടൊക്കെ നമുക്ക് ഇത്രയും ഭക്തിയുള്ളത് അപ്പനോടുള്ള ആ ഒരു സ്നേഹമാണ്. നമുക്ക് അപ്പന്റെ കബറിടം സന്ദർശിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ മൈലാപ്പൂര് പോയവരൊക്കെ ഉണ്ടോ? മൈലാപ്പൂര് തോമാസ് ലീഹായുടെ കബറിടം സന്ദർശിച്ചവരൊക്കെ ഉണ്ടോ ഇവിടെ? ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ പോകേണ്ട സ്ഥലമാട്ടോ നമ്മൾ വിശ്വാസം ജനിപ്പിച്ച ആ അപ്പന്റെ കബറിടം സന്ദർശിക്കുന്നത്. ഞാനും ഒക്കെ പോയത്, ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്തൊക്കെ എൻ്റെ ട്രെയിനും ഒക്കെ മിസ്സായി. എനിക്ക് എറണാകുളത്തു നിന്നാണ് പോയത്. അവിടെ എറണാകുളം സൗത്ത് നോർത്ത് ഒക്കെ ഉണ്ട്. എനിക്ക് സ്റ്റേഷനൊക്കെ മാറിപ്പോയി, ഉള്ള ട്രെയിൻ മിസ് ചെയ്തു. പിന്നെ തമിഴ്നാട്ടിലോട്ടുള്ള വേറെ ഏതോ ഒരു സ്ഥലത്തേക്കുള്ള ട്രെയിനിലൊക്കെ രാത്രി വലിഞ്ഞു കയറി ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ഒരു സ്ഥലത്ത് ചെന്നിറങ്ങി. അവിടെയാണെങ്കിൽ ഇറങ്ങി ചെന്നിട്ട് ഭക്ഷണം കഴിക്കാനും ഉള്ള ഒരു വൃത്തിയുള്ള ഒരു കട, അവിടെ ഒന്ന് കയറാൻ പറ്റുന്ന ഒരു കടയും ഇല്ല. സത്യത്തിൽ വലഞ്ഞു പോയൊരു ദിവസമാണ് ഒരു ദുഃഖറാന. 2 മണിക്കൊക്കെയാണ് അവിടെ എത്തുന്നത്. ഞാൻ അന്ന് ആലോചിച്ചു, നമുക്കത്രയും പാടായിരുന്നെങ്കിൽ തോമാസ് ലീഹായിക്ക് ഭാരതത്തിൽ വരാൻ, ഇന്ത്യയിൽ വരാൻ എന്ത് കഷ്ടപ്പാടായിരുന്നു ഉണ്ടായിരുന്നു. നമുക്ക് തോമായെ ഇത്രയും സ്നേഹിക്കാൻ കാരണം അദ്ദേഹം ഇന്ത്യയിൽ വന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇന്ത്യ അങ്ങനെ അറിയപ്പെടുന്ന ഇന്ത്യയെക്കുറിച്ച് ബൈബിൾ പരാമർശമൊക്കെ ഉണ്ട്. നമ്മുടെ ജെറുസലേം ദേവാലയമൊക്കെ പണിത സമയത്ത് സോളമൻ ഇന്ത്യയിൽ നിന്ന് തേക്ക് തടിയൊക്കെ കൊണ്ടുവരുന്ന കാര്യം പറയുന്നുണ്ട്. മക്കമാരുടെ പുസ്തകത്തിൽ ഒരു ഇന്ത്യക്കാരനായ ആനപ്പാപ്പന്റെ കാര്യമൊക്കെ പറഞ്ഞു. എന്നിരുന്നാൽ പോലും ഇന്ത്യ is a terra incognita, അറിയാൻ മേലാത്ത നാടായിരുന്നു. ഇന്ത്യ is such a distant land, nobody wanted to go to India. സെയിന്റ് തോമസ് in fact hesitated to go to India. തോമാസ് ലീഹായ്ക്ക് ഇന്ത്യയിൽ പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. നറുക്ക് വീണതെന്നാ പറയുന്നത്. തോമാസ് അപ്പം പറഞ്ഞു, ഇന്ത്യയിലേക്കൊന്നും ഞാൻ പോകത്തില്ല. ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാവരും റോമാ സാമ്രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെയാണ് പോയിരുന്നെങ്കിൽ, ഏറ്റവും അടുത്തൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് പോയിരുന്നെങ്കിൽ, ഇത്രയും ധൈര്യം കാണിച്ചത് തോമായാണ്. ഇത്രയും ദൂരം സഞ്ചരിച്ച വേറൊരു സ്ലീഹായ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് തോമായോട് വലിയ ധൈര്യശാലിയാണല്ലോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യയിൽ വരെ വരാൻ കാണിച്ചത് എന്ന് എനിക്ക് തോന്നുകയാണ്. ധൈര്യം നമുക്ക് അല്ലേ, ഈ 12 പേരും കൂടെ ഒരുമിച്ചിരിക്കുമ്പം പേടിച്ചിട്ടിരിക്കുമ്പോൾ ഒരാൾ മാത്രമാണ് വെളിയിൽ പോകുന്നത്. ധൈര്യം തോമായിക്കൊണ്ട് അല്ലേ. എന്നാലും ഞാൻ തോമാസ് ലീഹയെ കാണുമ്പോൾ ചോദിക്കുക, എന്നാലും ആ സമയത്ത് എവിടെ പോയതാ?
കറക്റ്റ് ആ സമയത്ത് തന്നെ അവിടുന്ന് മുങ്ങാൻ, അതും കർത്താവ് അതിലേക്കാളുള്ള ആ സമയത്ത് തന്നെ നോക്കി വരികയും ചെയ്തു. തോമ ഇറങ്ങിയ സമയത്ത് തന്നെ നോക്കി വരികയും ചെയ്തു. എന്നാലും തോമാസ്ലീഹായുടെ ഒരു ധൈര്യം നമുക്കുണ്ട്. തോമാസ്ലീഹായുടെ അല്ലെ, നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാം. എനിക്ക് തോന്നുന്നു മലയാളികളൊക്കെ ഇത്രയും ഒരു ധൈര്യമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അറിയാൻ മേലാത്ത, നാട്ടിൽ അറിയാൻ മേലാത്ത ഭാഷയിലൊക്കെ നിങ്ങൾ ഒരു കാലത്ത് ഇവിടെ വരികയും ഒക്കെ ചെയ്തത്, ആ ഒരു മൈഗ്രേഷനൊക്കെ മലയാളികൾ കിട്ടിയിരുന്ന തോമാസ്ലീഹയുടെ ഒരു ധൈര്യമൊക്കെ മലയാളികൾക്കുണ്ട്. എൻ്റെ പേരൻസൊക്കെ അവർ വന്നത് 40-42 വയസ്സൊക്കെ ഉള്ള സമയത്താണ്. ഞാൻ അവര് അങ്ങനെ വലിയ ഫോണോ ഇമെയിൽ എഴുതാനോ ടെക്നോളജി ഒന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ അവരെൻ്റെ അടുത്ത് സഹായമൊക്കെ ചോദിക്കുമ്പം നമ്മൾ സ്വാഭാവികമായിട്ട് കുറച്ച് ജാടയൊക്കെ ഇടുമല്ലോ. അപ്പോഴത്തേക്കും അവർ പറയും, ഞങ്ങളൊരു കാലത്ത് വന്നുകൊണ്ടാണ് നീ ഇവിടെ എത്തിയത്. ഈ ഒരു തോമാസ്ലീഹായുടെ ധൈര്യമൊക്കെ മലയാളികൾക്ക് ഉള്ളതാണ്. മലയാളികൾ തീർച്ചയായിട്ടും തോമാസ്ലീഹ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. എന്നാലും why are we celebrating this feast every single year for all these years, the feast of Saint Thomas? How many of you guys are actually born here in England? Can you put your hands up if you're born in England? How many of you are born in England? Yeah, there's a good number of people, especially our kids, youngsters who are born in England. For them, why it matters celebrating the apostle who came to India? Why does celebrating Saint Thomas matters a lot? നമുക്കറിയാം, England is a very Christian Catholic country. We cannot say the story of England without the Catholic Church, without the Christian Church. യൂറോപ്പിന് ഈ ഒരു ഐഡന്റിറ്റി കൊടുത്തത്, ഒരു വെസ്റ്റേൺ സിവിലൈസേഷൻ ഐഡന്റിറ്റി കൊടുത്തത് കത്തോലിക്കാ സഭയാണ്. ഈ മോണസ്ട്രികൾ എന്നൊക്കെയാണ്. ഒരു റോമാ സാമ്രാജ്യം ഇവിടുന്ന് നശിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും യൂറോപ്പിന് കോമൺ ആയിട്ടൊരു ഐഡന്റിറ്റി കൊടുത്തത് സഭയാണ്. മോണസ്ട്രികൾ ഒരു ലൈറ്റ് ഹൗസ് ആയിരുന്നു. ഇങ്ങനെ ആശ്രമങ്ങൾ, ബെനഡിക്റ്റ് ഒക്കെ തുടങ്ങിയ ആശ്രമങ്ങളും പിന്നീട് അവിടുന്ന് യൂണിവേഴ്സിറ്റികളും സ്കൂളുകളും ഹോസ്പിറ്റലുകളും കത്തീഡ്രലുകളും ഒരു വലിയൊരു കൾച്ചർ, നമ്മുടെ നിയമ സംവിധാനങ്ങൾ, ലോ, ഇതെല്ലാം വരുന്നത് സഭയിൽ നിന്നാണ്. യൂറോപ്പിന് ഐഡന്റിറ്റി കൊടുത്തത് സഭയാണ്. നമുക്ക് ഇംഗ്ലണ്ടിന് ഒരു 1000 വർഷത്തോളം ഇവർ വിളിച്ചുകൊണ്ടിരുന്ന ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു. മാതാവിന്റെ എന്തുവായിരുന്നെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അറിയാവോ? ഡൗറി. മാതാവിന് സ്ത്രീധനം കിട്ടിയ സ്ഥലമാണ് ഇംഗ്ലണ്ട് എന്ന് പറയാറുണ്ടായിരുന്നു. മിഡീവൽ കാലത്ത് സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഇന്ന് കൊടുക്കുന്ന പോലെ ഭാര്യ വീട്ടുകാര് അങ്ങോട്ട് കൊടുക്കുന്ന അതല്ല. ഇൻ ദ മിഡീവൽ ടൈംസ് ഡൗറി മെന്റ് ഇറ്റ് ഈസ് വാട്ട് ദ ഹസ്ബൻഡ് വുഡ് ഗീവ് ടു വൈഫ് ഫോർ ഹെർ യൂസ്. ഭാര്യയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന കുറച്ച് പൈസയ്ക്കാണ് സ്ത്രീധനം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മിഡീവൽ കാലഘട്ടത്ത്. അങ്ങനെ മറിയത്തിന് സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേകമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത സ്ഥലമാണ് ഇംഗ്ലണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. മാതാവിന്റെ ഡൗറിയാണ്. അങ്ങനെ വലിയ ചരിത്രമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ആയിരിക്കുന്നത്. പിന്നീട് ഹെൻറി 8 കാലത്ത് അവർ കത്തോലിക്കാ സഭയിൽ നിന്ന് പോവുകയും വലിയ റിഫോർമേഷന്റെ കാലഘട്ടം നടക്കുമ്പോൾ പോലും വലിയ രക്തസാക്ഷികളെ തന്ന നാടാണ് ഇംഗ്ലണ്ട്. ഒരു ഇംഗ്ലണ്ടിൽ എത്രമാത്രം രക്തസാക്ഷികളുടെ കഥ പറയാനായിട്ട് നമുക്കുണ്ട്. നിങ്ങളുടെ ഇവിടെ സ്റ്റോക്ക് പോർട്ടിലൊക്കെ പ്രീസ്റ്റ് സെൽസ്, പ്രീസ്റ്റ് ഹോൾസ് ഒക്കെ ഉണ്ട്. ആ സമയത്ത് കത്തോലിക്കരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛന്മാർ ഒളിച്ചിരുന്ന സ്ഥലങ്ങള് നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. അതൊരു ബ്രാഹ്മൽ ഓൾ എന്നൊക്കെ പറയുന്ന മാനർ ഹൗസുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പെർസിക്യൂഷന്റെ കാലഘട്ടം ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 200 വർഷം മുൻപ് വരെ ഇംഗ്ലണ്ടിൽ കത്തോലിക്കർക്ക് വോട്ടവകാശമില്ലായിരുന്നു. അവർക്ക് യൂണിവേഴ്സിറ്റി പോകാൻ പറ്റത്തില്ലായിരുന്നു. അവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടത്തില്ലായിരുന്നു. അവർക്ക് പള്ളികൾ ഉണ്ടാക്കാൻ 200 വർഷം മുൻപ് വരെ കത്തോലിക്കരുടെ അവസ്ഥ അതായിരുന്നു. കാരണം അത്രയും വലിയ പെർസിക്യൂഷനിലൂടെയാണ് ഇംഗ്ലണ്ടിലെ കത്തോലിക്കർ കടന്നുപോയത്. അത് കഴിഞ്ഞൊരു എമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിൽ. വലിയൊരു കാത്തലിക് റിലീഫ് പ്രോസസ് ഹാപ്പൺ ഇൻ ദി 18th early 19th century. വെറും 175 വർഷമേ ആയിട്ടുള്ളൂ ഇംഗ്ലണ്ടിൽ കാത്തലിക് ഹൈറാർക്കി വീണ്ടും രൂപം കൊണ്ടിട്ട്, ഒരു റീസ്റ്റോറേഷൻ ഉണ്ടായിട്ട് 175 വർഷമേ ആയിട്ടുള്ളൂ ഇംഗ്ലണ്ടിൽ കത്തോലിക്ക രൂപതകൾ വീണ്ടും വന്നിട്ട്. അങ്ങനെ ഒരു സമയത്താണ് ജോൺ ഹെൻറി ന്യൂമാൻ ഒക്കെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ആ സമയത്തെ വിളിച്ചത് ഇത് ഇംഗ്ലണ്ടിന്റെ 2ാമത്തെ വസന്തം, ദ സെക്കൻഡ് സ്പ്രിംഗ് എന്നാണ് വിളിച്ചത് ആ കാലഘട്ടത്തെ. ദ ഫസ്റ്റ് സ്പ്രിംഗ് ഈസ് വെൻ ക്രിസ്ത്യാനിറ്റി ഒഫീഷ്യലി കെയിം ടു ഇംഗ്ലണ്ട് ഇൻ ദി late 500s. ആ സമയത്ത് അഗസ്റ്റിനും ബെനഡിക്റ്റീൻ മിഷണറിമാരും ഈ രാജ്യത്ത് വരുമ്പോൾ സംഭവിച്ച ഒരു വസന്തമുണ്ട്. അത് കഴിഞ്ഞ് 2ാമത്തെ വസന്തം ഈ late 18th 19th centuryയിൽ നടക്കുന്ന വീണ്ടും ഒത്തിരി പേര് കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നു.
അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഐറിഷ്, ഇറ്റാലിയൻ ഇമിഗ്രൻസ് ഈ രാജ്യത്ത് വരുന്നു. അങ്ങനെ വീണ്ടും ഒരു കത്തോലിക്ക വിശ്വാസം ഇവിടെ കൊണ്ടുവരുന്നത് ആ സമയത്താണ്. അപ്പൊ കത്തോലിക്ക സഭ ഇവിടെ വലിയൊരു ചരിത്രമുള്ള നാട്ടിലാണ് നമ്മളായിരിക്കുന്നത്. ഇപ്പോൾ there are some people, some commentators and priests who are suggesting that we are seeing a third spring. ഒരു മൂന്നാമത്തെ വസന്തത്തിന്റെ ഒരു തുടക്കം ഇംഗ്ലണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു റിവൈവൽ ഇംഗ്ലണ്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അഡൽട്ട് ബാപ്റ്റിസം ഒക്കെ റെക്കോർഡ് ഹൈ ആണ്. 12 വർഷം, ഒരു ഡെക്കേഡായിട്ട് ആദ്യമായിട്ടാണ് ഇംഗ്ലണ്ടിലെ സഭയിൽ വളരെ റെക്കോർഡ് നമ്പർ ഓഫ് ബാപ്റ്റിസമാണ്. ഇന്ന് ആംഗ്ലിക്കൻസിനെക്കാളിലും കൂടുതൽ പള്ളിയിൽ പോകുന്നത് കത്തോലിക്കരാണെന്നും, പ്രത്യേകിച്ച് യുവജനങ്ങൾ, ജെൻസി ഏറ്റവും കൂടുതൽ പള്ളിയിൽ പോകുന്നത് ദേ ആർ കാത്തലിക്സ്, നോട്ട് ആംഗ്ലിക്കൻസ്. വലിയ ഒരു റിവൈവൽ പയ്യെങ്കിലും ഒക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ഇത് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ ആണോ വിതിൻ ഷോ? നിങ്ങളുടെ MP അല്ല, നിങ്ങളുടെ മേയർ അല്ലേ ഉടനെ പ്രധാനമന്ത്രി ആവുമോ? ആൻഡി ബേണം, അങ്ങനെയല്ലേ എന്റെ പുള്ളിയുടെ പേര്? പുള്ളി ഒരു ക്രൈഡൽ കാത്തലിക്കാണ്, അറിയാവോ? പുള്ളി ചെറുപ്പത്തിൽ കുർബാനയ്ക്ക് കൂടി. ഹി വാസ് എൻ ഓൾട്ടർ സെർവർ. ഇഫ് ഹി ബിക്കംസ് ദ നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് UK, he would be the first ever cradle Catholic to be in number 10. പുള്ളി വലിയ അങ്ങനെ വല്ലപ്പോഴൊക്കെ പള്ളിയിൽ പോകുന്ന ആളാണ്, നല്ലൊരു കൾച്ചറൽ കാത്തലിക്കാണ്. പുള്ളിയോട് ഒരിക്കൽ ചോദിച്ചപ്പോഴും പുള്ളി പറഞ്ഞു, ഞാൻ എൻ്റെ പ്രയോറിറ്റി ഇതാണ്, മൈ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് എവർട്ടൺ ഫുട്ബോൾ ക്ലബ്, സെക്കൻഡ് ഈസ് ദ ലേബർ പാർട്ടി, തേർഡ് ഈസ് ദ കാത്തലിക് ചർച്ച്. അങ്ങനെയാണ് ആൻഡി പറഞ്ഞത്. പക്ഷേ ഒരു കത്തോലിക്കനൊക്കെ, ടോണി ബ്ലെയർ ഒക്കെ കൺവേർട്ട് ചെയ്ത ആളാണ്. ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു കാത്തലിക് ആയിട്ട് ചെറുപ്പം മുതൽ അൾത്താരബാലനൊക്കെ ആയിരുന്ന ഒരു പ്രധാനമന്ത്രി ഇംഗ്ലണ്ടിൽ വരാൻ പോകും. നിങ്ങൾക്കറിയാവോ, സാൽഫോർഡ് രൂപത ഈയിടയ്ക്ക് ഒരു പുതിയ വിശുദ്ധന്റെ നാമകരണ പ്രോസസ്സ്, ബെയാറ്റിഫിക്കേഷൻ, കാനനൈസേഷൻ പ്രോസസ്സ് ആരംഭിച്ചു. ഡു യു നോ ഹിസ് നെയിം? The name of a new saint from Manchester. He was born here. കേട്ടോ നിങ്ങൾ ആരെങ്കിലും പേര്? മാഞ്ചസ്റ്റർകാരനാ, മാഞ്ചസ്റ്ററിൽ ജനിച്ച ആളാണോ? മാഞ്ചസ്റ്ററിൽ ജനിച്ച മാഞ്ചസ്റ്ററുകാർക്ക് എന്നാ നിങ്ങൾ എന്നാ പറയുന്നത്? മാൻകൂനിയനോ അങ്ങനെയാണല്ലോ പറയുന്നത്. ഹൗ ഡു യു സേ ഇറ്റ്? റൈറ്റ്, മാൻകൂനിയൻ. You would have a Gen Z Mancunian saint in a while if his അദ്ദേഹത്തിന്റെ പേര് പെദ്രോ ബല്ലസ്റ്റർ എന്നാ. പെദ്രോ സ്പാനിഷുകാരനാണ് ഒറിജിനലി, പക്ഷെ മാഞ്ചസ്റ്ററിൽ ജനിച്ചാണ്. അവര് പേരൻസ് ഒക്കെ ഇങ്ങോട്ട് ഇമിഗ്രേറ്റ് ചെയ്ത ഒരാളാണ്. ഈ വർഷം തന്നെ നമുക്ക് 4 അച്ഛന്മാർ ഇവിടെ ഇംഗ്ലണ്ടിൽ, ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള അച്ഛന്മാർ 4 പേരാണ്. ഒരു സിസ്റ്റർ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ രൂപതയിൽ നിന്ന് ഒരു സിസ്റ്ററൊക്കെ ഉണ്ടാകുന്നു. നമുക്കൊരു ഒരു റിവൈവൽ, ഒരു സൈലന്റ് റിവൈവൽ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ എല്ലാം നടുവിൽ തോമാസ് ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പം വാട്ട് ഡസ് ഇറ്റ് മീൻ to celebrate the feast of St. Thomas every single year? നമുക്ക് ഇതുപോലെ ഒരു വസന്തമൊക്കെ ഉണ്ടെങ്കിലും we are facing a lot of challenges. We live in a very hyper secular culture where people are slipping into soft agnosticism as if religion is an optional lifestyle choice. ദൈവത്തെ വേണ്ട, എനിക്ക് ദൈവത്തെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സെക്യുലറിസം വളരെ സ്ട്രോങ് ആയിടുന്നുണ്ട്. ഒരു സ്പിരിച്വൽ വാക്യൂമാണ് ലീവ് ചെയ്യുന്നത്. ഈ സെക്യുലറിസം, ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ ഒരു ആത്മീയ ശൂന്യത ഈ രാജ്യത്ത് ഇന്നിവിടെയുണ്ട്. ഒരു ശൂന്യത ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് കൺവിക്ഷൻസ് ഉള്ള ആരാണോ അവര് അവിടെ വിജയിക്കും. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള കൺവിക്ഷൻസ് ഉള്ള വേറെയുള്ള മതക്കാര് നമ്മുടെ രാജ്യത്ത് വളരെ സ്ട്രോങ് ആണ്. ഇസ്ലാമൊക്കെ വളരെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാന് യൂത്തിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ രൂപതയിൽ നമ്മുടെ പിള്ളേരുടെ അടുത്തൊക്കെ പോയി ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവരുടെ സംശയങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇസ്ലാമിനെ കുറിച്ചും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ദൈവത്വത്തെ കുറിച്ചുമൊക്കെയാണ്. തോമാസ് ലീഹയുടെ മക്കളാണ് ചോദിക്കുന്നതെന്ന് ഓർത്തോണം. ഒരു മന്ത്രം പോലെ എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്ന് പറയേണ്ട നമ്മള് ഈശോ ദൈവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ മേലാത്ത ഒരു തലമുറ കത്തോലിക്കര് അതേസമയം ഇവിടെയുണ്ട്. ഈശോ ദൈവമാണെന്ന് സംശയമുള്ള, അല്ലെങ്കിൽ അറിയാൻ മേലാത്ത, ചിലപ്പോഴൊക്കെ നമ്മൾ 12 വർഷമൊക്കെ കാറ്റഗിസം പഠിപ്പിച്ചിട്ടും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ മറന്നു പോകുന്നുണ്ടോ എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ദൈവത്തെ വേണ്ട എന്ന് പറയുന്ന ഒരു ആൾക്കാരുടെ മധ്യത്തിൽ താമസിക്കുന്ന ഒരു സൊസൈറ്റിയിൽ വാട്ട് ഡസ് ഇറ്റ് മീൻ ടു സെലിബ്രേറ്റ്? ഇത്രയും വെറുതെ പ്രതീക്ഷണമൊക്കെ നടത്തി ചെണ്ടയൊക്കെ കൂട്ടി ഇത്രയും കാശൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഇതിലെ കൂടെ
ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ പ്രയോജനം? യു നീഡ് ടു തിങ്ക്. ഈ രാജ്യത്തിനൊരു പുതിയ വസന്തം കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. തോമാസ് ലീഹ പറഞ്ഞതുപോലെ നമ്മളും പറഞ്ഞെങ്കിൽ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അതൊരു ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല. ഇറ്റ് വാസ് എ ക്രൈ ഓഫ് ആബ്സല്യൂട്ട് ബ്രീത്ത്ലെസ് സറണ്ടർ ഫ്രം ദ വെരി ഡെപ്ത് ഓഫ് ഹിസ് സോൾ. ഈ ദൈവത്തെ കൂടാതെ, ഈശോയെ കൂടാതെ എന്റെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് തോമാ പറയുകയാണ്. എന്റെ ജീവിതത്തിന്, എക്സിസ്റ്റൻസിന് മീനിങ് തരുന്നത് ഈശോയാണ്. ഈശോയെ അറിയാത്ത ജീവിക്കുന്ന മനുഷ്യൻ അവന്റെ സന്തോഷം അവൻ അനുഭവിക്കുന്നില്ല. ഈ കൺവിക്ഷൻ ഉള്ളവർക്ക് മാത്രമേ ഇനിയും ജീവിച്ചിട്ട് കാര്യമുള്ളൂ ക്രിസ്ത്യാനിയായിട്ട്. പൗലോസ് ലീഹയൊക്കെ പറയുന്നുണ്ടല്ലോ, അവനെ നേടേണ്ടതിനു വേണ്ടി ബാക്കിയുള്ളതെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി. ഐ ഹാവ് കൺസിഡർഡ് എവരിതിങ് എൽസ് റബിഷ് വിത്ത് ദ വർത്ത് ഓഫ് നോയിങ് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തെ കൂടാതെ ജീവിക്കുന്ന മനുഷ്യൻ ഒരിക്കലും സന്തോഷം അനുഭവിക്കുന്നില്ല. അഗസ്തീനോസ് പറയുന്നുണ്ട്, ലോർഡ് യു ഹാവ് ക്രിയേറ്റഡ് മീ ഫോർ യുവർ സെൽഫ് ആൻഡ് മൈ ഹാർട്ട് ഈസ് റെസ്റ്റ്ലെസ് അണ്ടിൽ ഇറ്റ് റെസ്റ്റ്സ് ഇൻ യു. ദൈവമേ, നീ ഞങ്ങളെ സൃഷ്ടിച്ചു, നിന്നിൽ എത്തുന്നത് വരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ്. അതുകൊണ്ട് ഈ ഒരു കൾച്ചറിനെതിരെയുള്ള ഒരു ഫൈറ്റില് വളരെ പൊളിറ്റിക്കലായിട്ടുള്ള റെറ്ററിക്കൊന്നുമല്ല നമുക്ക് വേണ്ടത്, പക്ഷെ മിശിഹായുമായിട്ടുള്ള ഒരു അടുപ്പമാണ്, ഈ ഒരു ഇന്റിമസിയാണ്. തോമായ്ക്ക് ആ ഇന്റിമസി ഉണ്ട്. അവന് കർത്താവ് കൂടാതെ ഒരു ജീവിതം. അതുകൊണ്ടാണല്ലോ പോവാൻ പറയുമ്പോൾ എന്നാ പറഞ്ഞത്, നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാമെന്ന് പറയുന്നതിന്റെ കാര്യം അതാ. ഈശോ ഇല്ലാത്ത ജീവിതം എനിക്ക് വേണ്ട എന്ന് പറയാൻ കാര്യം, എന്റെ കർത്താവ്, എന്റെ ദൈവമേ എന്നൊക്കെ പറയുന്നത്, ഈ ഒരു ഇന്റിമസി എനിക്കുണ്ടോ? ഈശോയുമായിട്ടുള്ള ബന്ധം എനിക്കുണ്ടോ? ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ടുള്ള കാര്യം അങ്ങോട്ടൊന്നും കാര്യമില്ല. കാരണം പള്ളിയിൽ ആരെയും ഇനി നിർബന്ധിച്ച് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇനിയും ഇങ്ങനെ കൾച്ചറലായിട്ട് കാത്തലിക് ആകുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ദി ഏജ് ഓഫ് കൾച്ചറൽ കത്തോലിസിസം ഈസ് എൻഡഡ്. നൗ യു നീഡ് ടു ബി കാത്തലിക്സ് ബൈ കൺവിക്ഷൻ. ഇനിയും ഇങ്ങനെ പഴയതുപോലെ ഉള്ള ഒരു കാലഘട്ടമല്ല. വലിയൊരു തിയോളജനായിരുന്ന കാൾ റാനർ പറയും, ദ ക്രിസ്ത്യൻസ് ഓഫ് ദ ഫ്യൂച്ചർ വിൽ ബി എ മിസ്റ്റിക് or he will not exist at all. വളരെ റാഡിക്കലായിട്ട് ഈ ഒരു ജീവിതം നയിക്കാൻ താല്പര്യപ്പെടുന്നവർ മാത്രമായിരിക്കും ഇനിയും ഭാവിയിൽ ഉള്ള ക്രിസ്ത്യാനികൾ. അവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തോമാ തൊട്ടറിഞ്ഞ ഒരു വിശ്വാസം, ആ ഇന്റിമസി, ഈശോയോടുള്ള സ്നേഹം നമുക്ക് ഓരോ പെരുന്നാൾ കൂടുമ്പോഴത്തേക്കും നടക്കട്ടെ, അല്ലെ? ഒരിക്കൽ മാതാവിന് സ്ത്രീധനം കിട്ടി എന്ന് പറയുന്ന ഈ ഒരു നാട്ടിൽ, രക്തസാക്ഷികളുടെ രക്തം കൊണ്ട് നനയ്ക്കപ്പെട്ട ഈ ഇംഗ്ലണ്ടിന്റെ മണ്ണില് മനുഷ്യരിന്നും സത്യത്തിന് വേണ്ടിയിട്ട് അന്വേഷിക്കുകയാണ്. അവർക്ക് ഈശോയെ കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ഓരോ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു എത്രത്തോളം എൻ്റെ വിശ്വാസത്തെ നമുക്കൊന്ന് ശക്തിപ്പെടുത്താനായിട്ട്, ആ വിശ്വാസം ഏറ്റവും നല്ല തീരുമാനങ്ങളൊക്കെ എടുത്തു പോകണം. അല്ലെങ്കിൽ പെരുന്നാൾ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകൾ, ഈ ഒരു സൈലന്റ് റിവൈവൽ, ഒരു വസന്തം ആരംഭിക്കുന്ന എവിടെയാണെന്നറിയാവോ? വീട്ടിൽ കുടുംബ പ്രാർത്ഥന മാത്രം ചൊല്ലിയാൽ മതി. വലിയൊരു സംഭവമാണ്. നമുക്ക് അഭിമാനിക്കണം. നമ്മൾ ഇത്രയും വീട്ടിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൾച്ചറൊക്കെ ബാക്കിയുള്ള സഭകൾക്കെല്ലാം നഷ്ടപ്പെട്ടു പോയൊരു കാര്യമാണ്. ഞാൻ ഇറ്റലിയിലാണ് 8 വർഷം സെമിനാരി പഠിച്ച്, എൻ്റെ കൂടെ സെമിനാരിക്കാരുണ്ട്. ഞാൻ അവരോട്, നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? ഇല്ല, അവരെല്ലാവരും പള്ളിയിൽ പോകുന്നവരും വിശ്വാസികളൊക്കെയാണ്. പക്ഷെ കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൾച്ചറൊന്നും അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഇന്നും നമുക്കൊക്കെ അതുണ്ട്. നഷ്ടപ്പെടുത്തി കളയരുത് ഈ മനോഹരമായിട്ടുള്ള പാരമ്പര്യം. ഇവിടെയാണ് വീണ്ടും ആ ഒരു വസന്തം ആരംഭിക്കുന്നത്. ഇംഗ്ലണ്ടിനെ വി ക്യാൻ മേക്ക് ഇറ്റ് കാത്തലിക് അഗൈൻ, വി ക്യാൻ മേക്ക് ഇറ്റ് ക്രിസ്ത്യൻ അഗൈൻ. തോമാസ് ലീഹ അതിന് നമുക്ക് ശക്തി നൽകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ദുഃഖാന തിരുനാളിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. നമുക്ക്